ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഒരു ചെറിയ തുടക്കം തന്നെ കിശ് ചെറിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്നത് ഹെയർ ടിപ്സ് ആണ്. അപ്പം ഇത് ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചുവിൻ്റെ മുടിയിൽ ചെയ്യുന്നതാണ് കാണിച്ചേക്കുന്നത്. അച്ഛൻ്റെ മുടി നല്ലപോലെ പൊഴിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ മുടിക്ക് നല്ല പൊഴിച്ചിലാണ്. എനിക്ക് ഹോർമോണിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് കൂടുതൽ എൻ്റെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുടി പൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ വലിയ മൈൻഡ് കൊടുക്കാൻ തുടങ്ങിയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് വരാൻ തുടങ്ങിയത്. അതിൽ നമ്മുടെ ജയചേച്ചിയുടെ ടിപ്സും ഒക്കെ ചേർത്താണ് ഞാനിത് ഞങ്ങളുടെ രണ്ടുപേരുടെ മുടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ മുടി വളരാൻ ആഗ്രഹമില്ലാത്ത പെണ്ണുങ്ങൾ ആരുമില്ല. ഏത് പെണ്ണോട് ചോദിച്ചാലും പറയും ഇനി താഴെ കിടക്കുന്ന മുടി വേണമെന്ന് പറയും, ഇല്ലേ? താഴെ വരെ കിടക്കുന്ന മുടി ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹമാണ്. കാര്യം എന്നെ ചെറുപ്പത്തിലൊന്നും മുടി വളർത്താനൊന്നും സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ പൊതുവെ വെച്ചാൽ എപ്പോഴും എനിക്ക് നല്ല ഉള്ളുള്ള മുടിയാണ്, നീളം വെക്കുകയും ചെയ്യും. പക്ഷെ അമ്മ തോളിൻ്റെ ഇടമര ആകുമ്പോഴത്തേക്ക് പറയാം അത്രയും മതി, അതായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് റൗണ്ട് വെട്ടി വിടുമായിരുന്നു. എനിക്ക് എങ്ങ് സങ്കടമായിരുന്നു. എൻ്റെ കൂടെ ഈ ഹിന്ദു പെമ്പിളാരൊക്കെ നല്ല മുടിയൊക്കെ പിന്നിയിട്ട് തുളസിക്കതിരൊക്കെ വെച്ച് വരുന്ന കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് എനിക്കങ്ങ് സങ്കടം വരുമായിരുന്നു. എനിക്കില്ലല്ലോ എന്ന് ഓർത്തുണ്ട്. പക്ഷെ എൻ്റെ മുടി നല്ല ഉള്ളായിരുന്നു. ആ റൗണ്ട് വെട്ടി ഇടുമ്പോഴും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ബാസുവിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് മുടിയൊക്കെ വളർത്താനൊക്കെ തുടങ്ങിയത്. അന്നേരത്തേക്ക് പ്രസവമായി. മുടി പെറ്റി കഴിയുമ്പോഴേ അറിയാമല്ലോ മുടി മൊത്തം കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പിന്നെ ഹോർമോണിന്റെ പ്രശ്നമായി. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള മുടിയെല്ലാം പോയി. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കുട്ടി ഹെയറൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. നേരത്തെ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കണ്ട് അറിയുന്നുണ്ട്. ഇവിടെ എല്ലാം ഭയങ്കര നെറ്റി തെളിഞ്ഞു കാണായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി മാറിയൊക്കെ വരുന്നുണ്ട്. മുടിയൊക്കെ നല്ല ഇതായിട്ട് വളർന്നു വരുന്നത്. നമുക്ക് എന്നതാ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ 2 ദിവസത്തെ വീഡിയോ ആണ് എടുത്തേക്കുന്നത്. തലേദിവസം ഒരു കാര്യം ചെയ്യുന്നതും പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യുന്നതുമായിട്ട് 2 ദിവസത്തെ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം ആ 2 വീഡിയോയും കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം അന്നേരത്തേക്ക് അങ്ങ് വലിച്ച് കീറി നീട്ടി പോകത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തലേ ദിവസത്തെ വീഡിയോ ആദ്യം കാണുക, അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോയും കാണുക. ഇന്നത്തെ വീഡിയോയും കാണുക. അപ്പം അങ്ങനെ 2 വിശേഷങ്ങളും കൂടെ 2 ദിവസത്തെ വീഡിയോയും കൂടെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അച്ഛൻ്റെ മുടി കുറേ ദിവസം കൊണ്ട് ഞാൻ ചെയ്യണം തെബിക്ക് ഈ പഠിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ ചെയ്യുന്ന സമയം ഞാൻ ചെയ്യുന്ന സമയം വീഡിയോ എടുക്കുന്നവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോരുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഈ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ മുടി വളരാൻ ആഗ്രഹമില്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ വേഗം ഇത് കണ്ടു പഠിച്ചു, എന്നിട്ട് ഇതുപോലെ ചെയ്തു. പിന്നെ ജയചേച്ചി പറഞ്ഞ ടിപ്സ് നല്ല സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ആദ്യം വീഡിയോ എടുത്തെല്ലാം കഴിച്ച് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ജയചേച്ചിയുടെ വീഡിയോയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ലാസ്റ്റ് പറയാം കേട്ടോ. അച്ചുവിൻ്റെ മുടിയെ അച്ചു സൂക്ഷിക്കത്തേ ഇല്ല കേട്ടോ. എല്ലാവരും വീഡിയോയിലൂടെ ഒക്കെ കാണുന്നതല്ലേ, സൂക്ഷിക്കത്തേ ഇല്ല. മുടി നല്ല ഉള്ളായിട്ട് ഇതായിട്ട് വന്നായിരുന്നു. ഇപ്പോൾ നല്ലപോലെ പൊഴിച്ചിലായിരുന്നു. ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് പൊഴിച്ചിലിനൊക്കെ. ഇപ്പോൾ ഞാൻ ഈ മുടി പൊഴിച്ചിലിനൊക്കെ എന്നതാണ് അച്ചുവിൻ്റെ തല തേക്കുന്നതെന്നുള്ളത് കാണിച്ചില്ല. ഷാമ്പൂ ഇട്ട് അത്യാവശ്യം കഴുകാറുണ്ട്, ഇല്ലെന്നല്ല. സ്കൂളിലൊക്കെ പോകാനായിട്ട് എന്തെങ്കിലുമൊക്കെ ധൃതിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഓരോന്നിടത്തൊക്കെ നിൽക്കാൻ സമയം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അന്നേരം ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകാറുണ്ട്. പക്ഷേ എങ്കിൽ മുടി ആഴ്ചയിൽ ഒരു ദിവസം നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ട് ചെയ്യാറുണ്ട്. എന്നാ ചെയ്യുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്താണ് ചെയ്യുന്നത്. അപ്പം അച്ചു ബാ, നമുക്ക് പോയിട്ട് വരാം. ചെരുപ്പിട്ടില്ലേ? അത് കുഴപ്പമില്ല, അത് പിടിച്ചു വെച്ചാൽ പിടിച്ചു. ഞാൻ പറയുമ്പോൾ തന്നാൽ മതി. കേട്ടോ, ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ അച്ചുവിൻ്റെ തലയിൽ പ്രയോഗിക്കുന്ന സംഭവം. ചെമ്പരത്തി താളി എടുക്കാനായിട്ടാണ്. ഇപ്പം നല്ല ഇല നോക്കി വേണം എടുക്കാനായിട്ട്. ചുക്കിലിയൊക്കെ കാണും, അതില്ലാത്ത നല്ല ഇല നോക്കി എടുക്കണം. പൂവും എടുക്കും കേട്ടോ. ഈ നടുക്കത്തെ സംഭവങ്ങളാണ് ഈ പൂവിനകത്ത്. നമ്മൾ ഇല പറിച്ചെടുക്കട്ടെ. കറ്റാർ വാഴയുടെ ഒരു തണ്ടും കൂടാണ് എടുക്കുന്നത്. ഒരു തണ്ട് മുറിച്ചെടുക്കട്ടെ. ഇതുണ്ട്, ഇതിൻ്റെ ഈ മഞ്ഞക്കറ കളയണം. ഈ കറ്റാർ വാഴയുടെ ഈ സൈഡിലത്തെ ഇതിങ്ങനെ കളയും. ഇതും ഇങ്ങനെ കളയും.
കളഞ്ഞേച്ച് ഇത് എന്നിട്ട് ഇത് കണ്ടോ, ഇതിനകത്തേ മാത്രം എന്നിട്ടിങ്ങനെ വെള്ളത്തിലോട്ടിടുന്നത്. ഇതിങ്ങനെ വെള്ളത്തിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണേ. ഇതിൻ്റെ ഈ പൾപ്പ് മാത്രമായിട്ട്. ഇത് ഇതുണ്ട്, അതിൻ്റെ മഞ്ഞക്കറ കയ്യെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനി മിക്സിയിലിട്ടൊന്ന് ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ. മിക്സിയിലിട്ടെ അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചേ. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ പറിച്ച ചെമ്പരത്തിയാണ്. ഇത് നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ട് കണ്ട് ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ നല്ലപോലെ ഇതിനകത്ത് കിട്ടും കേട്ടോ. ഈ ചെമ്പരത്തിയുടെ നീര് നല്ലപോലെ കിട്ടും. കുറച്ച് വെള്ളം എടുത്ത് വെച്ച് അതിലേക്ക് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഞെരടി ഞാൻ കുറച്ച് നേരം ഒന്ന് ഇത് ഞെരടി വെച്ച് കാണിക്കാവേ. ഇതുണ്ട് നമ്മൾ ഈ കല്ലിലൊക്കെ ഇട്ട് എടുക്കുന്ന പോലെ തന്നെ നല്ല കൊഴുപ്പി തന്നെ കിട്ടും കേട്ടോ. ഇതിനകത്തിട്ട് ഇങ്ങനെ ഇലയിട്ട് ഇങ്ങനെ ഞെരടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒന്ന് അരിച്ചെടുക്കാം. ഇതുണ്ട് നല്ല കൊഴുപ്പായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് അരിക്കാനും എളുപ്പം കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല വെളിച്ചെണ്ണ പോലെ കിടക്കുന്നുണ്ടോ. ഇതിലേക്ക് ഞാൻ നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസും കൂടെ ചേർക്കുവാണേ. ഇതെല്ലാം ഇതുണ്ട് നല്ലപോലെ നമുക്ക് ഇതിനകത്ത് നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. തലയിൽ എണ്ണയൊക്കെ തേച്ചോ? ശകലവും കൂട്ടുണ്ട്, അതിനകത്തിട്ടങ്ങ് വീണോളും. ഇതുണ്ട് ഇങ്ങനെ വീണോളും. ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് കറ്റാർ വാഴയുടെ ഇത് നമ്മൾ ലാസ്റ്റല്ലേ ഒഴിച്ചത്, അതും ഇതും എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇതുണ്ടോ വെളിച്ചെണ്ണ പോലെ ഇരിക്കുന്നുണ്ടോ. ഇത് കുപ്പിയിൽ പൊഴിച്ച് വെക്കാമെങ്കിൽ ആരെങ്കിലും വെളിച്ചെണ്ണയെന്നേ വിചാരിക്കുള്ളൂ. നമ്മൾ ഈ മിക്സിയിലിട്ട് അരച്ചും കല്ലിലേക്കിട്ട് അരച്ചെടുത്ത് തോർത്തിലൊക്കെ പിഴിയുമ്പം തോർത്തിനകത്ത് അല്ലെങ്കിൽ തുണിയാണെങ്കിൽ അത് ഭയങ്കര പ്രയാസം. പക്ഷേ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇലയുടെ ആ നീരെല്ലാം നമുക്ക് നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. താളി നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേങ്കിൽ അരിപ്പ നമുക്ക് അരിച്ചെടുക്കാനും പറ്റും. ഇതുണ്ട് നല്ല കട്ടിയുണ്ട് ഇതിന്, കണ്ടോ. പറഞ്ഞില്ല, നല്ല വെളിച്ചെണ്ണ പോലെ ഇരിക്കുന്നത് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. വെളിയിൽ നിന്ന് വീഡിയോ എടുത്തപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ചീവിടിൻ്റെ ശല്യമെന്ന്. ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വോയിസ് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ചീവിടിൻ്റെ സൗണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത്. എന്നാൽ പിന്നെ അല്ലാതെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അന്നേരം പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. കാര്യം എനിക്ക് തന്നെ അങ്ങ് തലയ്ക്കകത്തോട്ട് ആ ചീവിടിൻ്റെ സൗണ്ട് അങ്ങോട്ട് കേട്ടിട്ടുണ്ടല്ലോ, ചെവിക്കകത്തൊന്ന് പറഞ്ഞു പോകുന്നല്ലോ തോന്നി. അപ്പം ഞാൻ കറ്റാർ വാഴയുടെ ജെല്ല് ഒരു വെള്ളത്തിലോട്ട് ഇടുന്ന കാണിച്ചില്ലായിരുന്നോ, അതിൽ നിന്ന് ജെല്ല് വാരിയെടുത്ത് വെള്ളം കളഞ്ഞിട്ടാണ് ഞാൻ വേറെ വെള്ളത്തിലാണ് കേട്ടോ താളി, ചെമ്പരത്തി താളിയല്ല,
ഞെരടി എടുത്തത്. അല്ലെങ്കിൽ ഓർക്കും ഞാൻ ആ വെള്ളത്തിലോട്ട് തന്നെയായിരിക്കും ചെയ്തേക്കുന്നതെന്ന് ഓർക്കും. അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, വേറെ വെള്ളത്തിലോട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ തലയിലോട്ട് നല്ല രീതിക്ക് താളിയെല്ലാം തേക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ഈ പാത്രം കൊടുത്തേച്ചങ്ങ് തേക്കാമെന്ന് വിചാരിച്ചേ. കാര്യം എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാനത് ഇവിടുന്ന് എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് കയ്യിൽ നിന്ന് മൊത്തം ഒരുമാതിരി നൂല് മാതിരി അങ്ങ് പോകുമല്ലോ, ഒലിച്ചൊലിച്ച് പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് അവിടെ കൈ പിടിപ്പിച്ച് തലയിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പം നല്ല ഈ തല ഇങ്ങനെ തേക്കുമ്പോൾ ഉണ്ടല്ലോ, തലയിലെ ചെളിയെ താരന് എല്ലാം പോകും കേട്ടോ. കറ്റാർവാഴയും കൂടെ തേച്ചേക്കുന്നുണ്ട്, ചേർത്തുള്ളതായതുകൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം എല്ലാവരും ചെമ്പരത്തി താളി എന്ന് പറയുമ്പോൾ ചെമ്പരത്തി താളി മാത്രമായിരിക്കും തേക്കുന്നത്. പക്ഷേ ഞാൻ കറ്റാർവാഴയും കൂടെ ഇതിനകത്ത് ചേർക്കും കേട്ടോ. ചേർത്ത് താരം പോകാനും ഒക്കെ നല്ല ഇതാണ്. അപ്പം നല്ലപോലെ തല തേച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ മുടി മുന്നിലോട്ട് ഇട്ടേച്ച് മുന്നിലും കൂടെ മുന്നിലോട്ട് മുടിയിട്ടാലേ നമുക്ക് പുറവശത്ത് നല്ലപോലെ തേക്കാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഒന്നാ എന്നു വെച്ചത് അറിയാമല്ലോ, താളി എന്ന് പറഞ്ഞാൽ താളി തേച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, തലയിലോട്ട് വെക്കുന്നതേ അത് ഒലിച്ച് അതിൻ്റെ പാട്ടിന് പോകും. ഒഴിക്കുന്നത് നമ്മൾ നല്ലപോലെ തല തേച്ച് അന്നേരം തന്നെ പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് അതിനിഷ്ടമുള്ളിടത്തൂടെയൊക്കെ അതങ്ങ് ചേമ്പലെ വെള്ളം ഒഴിക്കുന്ന മാതിരിയാണ് നമ്മുടെ തലയിൽ താളി നമ്മൾ തേക്കുന്നത്. അപ്പം മുടി മുന്നോട്ടും കൂടി ഇട്ടേച്ച് പുറവശത്തും എല്ലാം നല്ലപോലെ തേച്ച് അത് കഴിഞ്ഞ് പിന്നെ തലയെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസാണ് ഞാൻ എടുത്തേക്കുന്നത്. കാര്യം അന്ന് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുടിയിൽ ഇനി എന്നതാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ആ വീഡിയോ എല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ബാക്കിയായിട്ട് കാണാമേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയേ. നമ്മൾ താളി തലയിൽ തേക്കുമ്പോഴാണേലും തലയിൽ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം വേണം താളി തലയിൽ തേക്കണ്ടേ. ഇല്ലെങ്കിൽ തലമുടി ഒരുമാതിരി ചകിരി പോലെ നമുക്ക് തോന്നും, ഒരു ഭംഗിയില്ലാത്ത മുടി തോന്നും. കാര്യം എണ്ണ നമ്മുടെ തലയിൽ തേച്ചാലും നമ്മൾ തലയിൽ എണ്ണ തേച്ചതിന് ശേഷമേ നമ്മുടെ തലയിലോട്ട് തേക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഇതാകും. അപ്പം ഒരുപാട് എണ്ണയില്ല, ഒരു കുറച്ച് എണ്ണയിലും തല നമ്മൾ ഇച്ചിരിയെങ്കിലും തലയിൽ തേച്ചിരിക്കണം. ഇപ്പം നമ്മുടെ ഇതാണ് സംഭവം. എന്നാണെന്നറിയാമല്ലോ, നമ്മുടെ മുട്ട. ഇത് നാടൻ മുട്ടയാണ്. നാടൻ മുട്ട അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബ്ലോക്ക് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അതും തേക്കാറുണ്ട് തലയിൽ. പിന്നെ നാടൻ മുട്ട കിട്ടുമ്പോൾ അങ്ങ് എടുക്കാറുണ്ടെന്നേ ഉള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തുമ്പൊന്ന് പൊട്ടിച്ചത് അതിൻ്റെ ഉണ്ണി വരാതെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടും. ചില നാടൻ മുട്ടയ്ക്ക് നല്ലപോലെ ഉണ്ണി കാണും കേട്ടോ, ചിലതിനകത്ത് കുറവായിരിക്കും. ഇത് പക്ഷേ ഉണ്ട്. ഇരുന്നില്ല അങ്ങോട്ട്. നമുക്കിഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഫ്രിഡ്ജിലോട്ടങ്ങ് വെച്ചേരും, ഡോറ് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം. ഇതിനകത്ത് ഞാൻ തേക്കുമ്പോൾ ഒരു 2-4 തുള്ളി നാരങ്ങാനീര്, 2-4 തുള്ളി കേട്ടോ, ഒരു 5-6 തുള്ളി നാരങ്ങാനീര് ഞാൻ ചേർക്കും. പക്ഷേ കൊച്ചിൻ്റെ എല്ലാം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേരല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് ഈ മുടി നരയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കൊക്കെ ഇനി നരച്ചൊക്കെ തുടങ്ങി, ഇനിയിപ്പം നരച്ചാലെന്നാ നരച്ചില്ലേലെന്നാ. അതുകൊണ്ട് പിള്ളേരെ എവിടെ തല്ലാതുകൊണ്ട് ഞാൻ നാരങ്ങാനീര് ഒരു ഡ്രോപ്സൊക്കെ ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇപ്പം നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ ഇന്നലെ താളിയെല്ലാം ഇട്ട് കഴുകിയത് മാത്രമല്ലേ എടുത്തത്. താളിയിട്ടെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ അന്നേരം കഴിഞ്ഞ രാത്രിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ അത് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ മുടിയെല്ലാം നല്ല അഴുക്കെല്ലാം പോയി, നല്ല ആ എണ്ണ കുറേ അങ്ങ് പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും തലയിൽ നല്ലപോലെ എണ്ണയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ നല്ലപോലെ എണ്ണ തേച്ചുകൊണ്ടായിരിക്കും, നല്ലപോലെ എണ്ണയുണ്ട്. അപ്പോൾ നമുക്കിനി തലയിലോട്ട് തേക്കാം. തലയിൽ എണ്ണ കുറവാണെങ്കിൽ എണ്ണ തേച്ചേച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലാതെ ചെയ്യരുത്. ഇതിപ്പോൾ അച്ഛൻ്റെ എല്ലാം നല്ലപോലെ എണ്ണ ഞാൻ ഇന്നലെ തേച്ച് കൊടുത്തായിരുന്നു. താളിയിട്ട് കഴുകിയെങ്കിലും ആ എണ്ണ മുഴുവൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തലയിലോട്ട് താളിയുടെ പൊടിയൊക്കെ കണ്ടോ തലയിലിരിപ്പുണ്ട് ഇപ്പോഴും. സ്കൂളൊക്കെ ഇല്ലാത്തപ്പോഴേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്തപ്പം അല്ലത് പോവല്ലത്, സ്കൂളില്ലാത്തപ്പോൾ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ താളിയുടെ പൊടി ഇങ്ങനെ മുടിയെ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് സ്കൂളില്ലാത്തപ്പം ചെയ്യാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ അത്യാവശ്യം സ്കൂളിൽ പോകുമ്പം തല ഇങ്ങനെ വാഷ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകാറുണ്ട്. എന്നാലും ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഈ താളിയിട്ട് തല കഴുകി കൊടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഇനി തലയെല്ലാം തേച്ചിട്ട് കാണാവേ. ഇപ്പം നമ്മുടെ
ഇത് മുഴുവൻ മുട്ട മുഴുവൻ തലയിൽ തേച്ചു, നല്ലപോലെ തേച്ച് എല്ലാം പിടിപ്പിച്ച് നമ്മുടെ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പം അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നമ്മൾ എന്തോരം മസാജ് ചെയ്ത് കൊടുക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ തലയ്ക്ക്. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇനി അച്ചു കുളിക്കാനായിട്ട് കയറും. അപ്പം ഇത് ഷാമ്പു ഒന്നും ഇടത്തില്ല കേട്ടോ, ഷാമ്പു ഒന്നും ഇടേണ്ട. ജയചേച്ചി അന്നിങ്ങനെ മുട്ടയുടെ വെള്ളം തേക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് സംശയമായിരുന്നു, കാര്യം മുട്ടയല്ലേ ഉളുമ്പ് നാറുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം എൻ്റെ തലയിലാട്ടോ ഇതൊക്കെ തേച്ച് നോക്കിയത്, എന്നിട്ടാണ് കൊച്ചിൻ്റെ തലയിലോട്ട് തേക്കാനായിട്ട് തേച്ചത്. പക്ഷേ അന്നും ചേച്ചി പറഞ്ഞായിരുന്നു കൊച്ചുങ്ങളുടെ തലയിലൊക്കെ തേച്ച് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അതിന് ഇത് തേച്ചതിന് ശേഷം പിന്നെ ഷാമ്പു ഒന്നും ഇടത്തില്ല കേട്ടോ. ഷാമ്പു ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു ശകലം പോലും സ്മെല്ല് വരത്തില്ല. നമ്മുടെ തല മുട്ട തേച്ചതെന്ന് പോലും പറയത്തില്ല. അതുപോലെ ഒട്ടും സ്മെല്ല് വരത്തില്ല. നല്ല വൃത്തിക്ക് നമ്മളൊന്ന് ഒലച്ച് കഴുകുമല്ലോ, അന്നേരം തന്നെ ഇതെല്ലാം അങ്ങ് പോവും, മുട്ടയുടെ ഇതെല്ലാം അങ്ങ് പോവും. അപ്പം ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഇനി അച്ചു കുളിക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പം മുടികെട്ടി വെച്ച് വെച്ചുകൂട്ടാ. അപ്പം ഞാൻ അച്ചുവിൻ്റെ തലയിൽ മുഴുവൻ പുരട്ടി ഇനി അച്ചു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കുളിക്കാൻ കയറുമല്ലോ. അപ്പം ഞാൻ വീഡിയോയ്ക്ക് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു, ചേച്ചി ഞാൻ ഇത് തേച്ച് എൻ്റെ മുടി മൊത്തം ചകിരി പോലെ ആയിപ്പോയി എന്നൊക്കെ. പക്ഷേ അത് എന്നെ അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എണ്ണ തേക്കാൻ ചേച്ചി അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റിലും തല എണ്ണ തേച്ച് വെച്ചേച്ച് തലയിൽ മുട്ടയുടെ വെള്ളം തേക്കാവുള്ളെന്ന് ചേച്ചി എല്ലാ വീഡിയോയിലും അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ എണ്ണ തേക്കാതെ മുടിയെ ചെയ്യുമ്പോഴാണ് മുടി ചകിരാതെ എനിക്കും വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ തലയിൽ എണ്ണ തേക്കാതെ ഒരു ദിവസം ധൃതി വെച്ച് എന്നാൽ ഇന്നിപ്പോൾ നാളെ എണ്ണ തേക്കാം, 5 മിനിറ്റ് വരെ എണ്ണ തേച്ച് നിൽക്കാൻ സമയമില്ലല്ലോ, എന്നാൽ ഇതങ്ങ് തേച്ച് കുളിക്കാൻ നിർത്തി പിറ്റേ ദിവസമായപ്പോഴത്തേക്കും മുടി ഒരുമാതിരി ചകിരി പോലായി. പിന്നത്തെ പ്രാവശ്യം ഞാൻ എണ്ണ തേച്ചപ്പം യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു, മുടിക്ക് നല്ല ഇതായിരുന്നു. അപ്പോൾ എണ്ണ തലയിൽ തേക്കാതെ ഒരിക്കലും മുട്ടയുടെ വെള്ള തലയിൽ തേക്കരുത്. നമ്മളിപ്പോൾ എണ്ണ തേച്ചിട്ടാണെങ്കിൽ പോലും മുട്ടയുടെ വെള്ള തലയിൽ തേച്ച് അത് കഴുകുമ്പോഴത്തേക്കും നമ്മുടെ തലയിലെ എണ്ണമായി മൊത്തം പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലയിൽ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം മുട്ടയുടെ വെള്ളം തേച്ച് നോക്കുക. അപ്പോൾ നല്ല വ്യത്യാസം വരും. ഒരിക്കലും ചകിരിനാര് പോലെ മുടി ആകത്തില്ല, അത് 100% ഉറപ്പായിരുന്നു. കാര്യം ഞാനിപ്പം എനിക്കൊന്ന് 2 മാസമായിക്കൊണ്ട് ഞാനിപ്പോൾ തേക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരിക്കലാണ് ഞാൻ തേക്കുന്നത്, എല്ലാ ദിവസവും അടുപ്പിച്ച് തേക്കാറില്ല. ചിലപ്പോൾ ചില ആഴ്ച വിട്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഇടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും മുട്ടതേരൊക്കെ നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് മാറ്റം വന്നു. പക്ഷേ അച്ഛൻ്റെ തല ഞാൻ മിക്കപ്പോഴും തേക്കേണ്ട, അച്ഛൻ്റെ തല നല്ല വ്യത്യാസം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്, എടാ ഇച്ചിരി ഒന്ന് സൗണ്ട് കുറയ്ക്കും, അവൻ ആ മസാജ് ചെയ്യുന്ന സാധനം ഇട്ട് അവിടെ ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇറക്കാം. ഞാനൊന്ന് വീഡിയോ എടുത്ത് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും അതിനകത്ത് ഒരു ഇത് ഒപ്പിച്ചുകൊണ്ട് വരും. അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാ ദിവസവും ടിപ്സൊന്നും ഇല്ല, എനിക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്താൽ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാവേ.